ചില ആത്മാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂടെ അവരും പോരുമായിരുന്നു. കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നുണ്ടോ? വിചിത്രമായി ഒന്നും കാണണ്ട. ഇത് ഒരു യഥാർത്ഥ സംഭവമാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. ചില ആളുകളിൽ ബാധ കൂടൽ, അതുപോലെ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചവരുമായിരിക്കും. ഒരാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നിയന്ത്രണം മുഴുവൻ ആ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും. ആ ആത്മാവ് എന്താണോ ചെയ്യുന്നത് അതാവാം നമ്മളും ചെയ്യുന്നത്. ഒരുപക്ഷെ അതൊരു പ്രേതാത്മാവാണെങ്കിൽ നമ്മൾ ഉറപ്പായും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു കഥ എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന കഥയാണ്. അദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട ഒരു അനുഭവമായിരുന്നു ഈ കഥ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നോടത് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അതിൽ ഇൻബോക്സിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാവുന്നതാണ്. 1995 കാലഘട്ടത്തിൽ അന്ന് അധിക സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി ഒന്നും വന്നിരുന്നില്ല. ഏകദേശം എനിക്കന്ന് 2 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും എനിക്ക് ഓർമ്മ വെച്ച നാൾക്കാണ് എൻ്റെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 1995കളിൽ നമ്മുടെ പരിസരങ്ങളിലൊന്നും അധികം വെളിച്ചമോ വെട്ടമോ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല. വീടുകളിൽ വളരെ അപൂർവമായിരുന്നു ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ. അങ്ങനെ മാത്രമല്ല, അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി പഠനങ്ങൾക്ക് ശേഷം എന്തെങ്കിലും പ്രത്യേകിച്ച് പല പഠന ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കേരളത്തിൽ അധികം സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അധികം കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മിക്കവാറും എല്ലാവരും പ്രീ ഡിഗ്രിക്ക് ശേഷം തുടർ പഠനത്തിന് വേണ്ടി കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കായിരുന്നു പോയിരുന്നത്. അത്തരത്തിലായിരുന്നു എൻ്റെ ഈ സബ്സ്ക്രൈബറും പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഗണപതി എന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുഹൃത്തുമുണ്ടായിരുന്നു, മണികണ്ഠൻ. ഈ മണികണ്ഠൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. തമിഴ്നാട്ടിലെ ഒരു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കോളേജിലായിരുന്നു എൻ്റെ ഈ സുഹൃത്ത് പഠിക്കാനായി ചെന്നത്. എൻ്റെ ഈ സുഹൃത്ത് ഗണപതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം തനി അമ്പലവാസി കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് ദിവസവും അമ്പലത്തിൽ പോകുന്ന ശീലം ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോഴേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ചെന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന കാര്യത്തിലായിരുന്നു. അവിടുത്തെ കോളേജ് എന്നത് അവിടുത്തെ ഏകദേശം 4 വലിയ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കോളേജായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ 4 ഗ്രാമങ്ങളിലെയും എല്ലാവർക്കും ഉള്ള ഒരു കോളേജ്. അങ്ങനെ മാത്രമല്ല, ആ കോളേജ് പരിസരം എന്നത് ഒരു കാടിനുള്ളിലേക്കായിരുന്നു. കാരണം അത്യാവശ്യം സ്ഥലവും ഗ്രൗണ്ടും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ മിക്കവാറും അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും കോളേജുകളെല്ലാം നിർമ്മിച്ചിരുന്നത് വളരെ വിജനമായ സ്ഥലങ്ങളിലായിരുന്നു. പ്രത്യേകിച്ച് കാട് വെട്ടിത്തെളിയിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇപ്പോഴും കോളേജുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോളേജും അത്തരത്തിലുള്ള ഒരു കോളേജായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാടിന് നടുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജും സ്ഥിതി ചെയ്തിരുന്നത്. ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻവശം മാത്രമേ ഭംഗിയാക്കിയിരുന്നുള്ളൂ. ഏകദേശം കോമ്പൗണ്ട് വാളെല്ലാം ഭംഗിയായി കെട്ടി ഒരു കോളേജിൻ്റെ കാഴ്ച ആ ഒരു കോളേജിന് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പുറകുവശം മുഴുവൻ കാടായിരുന്നു. അതും ഏകദേശം വലിയ ഒരു കാട് തന്നെയായിരുന്നു. റിസർവ് ഫോറസ്റ്റ് ആണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവിടെ രാത്രി സമയങ്ങളിൽ വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങാറുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അവർ പലപ്പോഴായി കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു കോളേജിനടുത്ത് തന്നെയായിരുന്നു എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഹോസ്റ്റലും നിന്നിരുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു മണികണ്ഠൻ എന്ന ഈ സുഹൃത്തിന്. മണികണ്ഠനായിരുന്നു ഗണപതിക്ക് എപ്പോഴും ഉള്ള ഒരു കൂട്ട്. അതിന് ഒരു കാരണം കൂടെ ഉണ്ട്. ആ ഒരു കോളേജിൽ മലയാളികളായി ഇവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും മണികണ്ഠന് ഗണപതിയും ഗണപതിക്ക് മണികണ്ഠനും മാത്രമേ സഹായത്തിനുണ്ടായിരുന്നുള്ളൂ. ആ കോളേജിൽ ചേർന്ന മുതൽ തന്നെ ഗണപതി എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ അമ്പലത്തിലേക്കുള്ള പോക്ക്. അങ്ങനെ നാട്ടുകാരിൽ നിന്നും ഇവിടെ നിന്നും 4 കിലോമീറ്റർ അകലെ ഒരു കോവിലുണ്ടെന്നും അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടെന്നും എങ്ങനെയൊക്കെയോ ഗണപതി മനസ്സിലാക്കി.
അതിനുശേഷം ഗണപതി മിക്കവാറും ദിവസങ്ങളിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. ആ അമ്പലം ഒരു മലയ്ക്ക് മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ആ അമ്പലത്തിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് റോഡ് മാർഗങ്ങളോ പ്രത്യേകിച്ച് നല്ല വഴികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മിക്കവാറും അവർ കാടും മേടുമെല്ലാം താണ്ടിയിട്ടായിരുന്നു ആ മലയിലേക്ക്, ആ അമ്പലത്തിലേക്ക്, ആ പ്രതിഷ്ഠയെ തൊഴാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഇരുട്ടുന്നതിന് മുമ്പേ ഹോസ്റ്റലിൽ കയറുന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും അമ്പലത്തിലേക്ക് പോകുന്ന ദിവസം 1 മണിക്കൂറൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് അവർ രണ്ടുപേരും ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമായിരുന്നു അവർക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങാൻ അനുവാദം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആ അമ്പലത്തിലേക്ക് പോവാൻ തീരുമാനിച്ചത്. അവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. പ്രത്യേകിച്ച് റോഡ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ എപ്പോഴും നടന്നിട്ടാണ് പോവാറ്. അതും കാടിനുള്ളിലൂടെയും മലയെല്ലാം താണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ ആ അമ്പലത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഗണപതി മണികണ്ഠനെയും അന്ന് കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ മലയിലെ ആ അമ്പലത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. എങ്ങനെയൊക്കെയോ അവർ അവിടെ എത്തി. കാരണം പോകുന്ന വഴി വളരെ എളുപ്പമുള്ളതും അത്യാവശ്യം ഗണപതിക്ക് ഈ വഴിയൊക്കെ പരിചയവും ഉള്ളതായിരുന്നു. അന്ന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ലാതെ അവർ ആ അമ്പലത്തിലേക്ക് എത്തി. എന്നാൽ അമ്പലത്തിൽ നിന്ന് തൊഴുത് തിരിച്ചു മടങ്ങുന്ന സമയത്താണ് അവർക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലായത്. അവർ വന്ന വഴി ആയിരുന്നില്ല അവർ തിരിച്ചു പോകുന്നത്. ഗണപതി അല്പം പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഹോസ്റ്റൽ വാർഡൻ കുറച്ച് ദുഷ്ടനായിരുന്നു. ആരെങ്കിലും അവിടുത്തെ നിയമങ്ങളൊക്കെ ലംഘിച്ചാൽ ആ ഹോസ്റ്റൽ വാർഡൻ തക്ക ശിക്ഷയൊക്കെ നൽകുമായിരുന്നു. അതുകൊണ്ട് ഗണപതിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. മണികണ്ഠനോട് ഒരുപാട് തവണ പറഞ്ഞു, നമുക്ക് വഴി തെറ്റിയിരിക്കുന്നു, എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പല വഴികളിലായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഒരു വെളിച്ചമോ വെട്ടമോ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രദേശത്ത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ഒരു സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം സ്ഥിതി ചെയ്തിരുന്നത്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കുക? അങ്ങനെ അവർ നടന്ന് ക്ഷീണിച്ച് ഒരു കാടിനടുത്തേക്ക് എത്തിയപ്പോഴായിരുന്നു അവിടെ അവർ ഒരു വിചിത്രമായ കാഴ്ച കണ്ടത്. ആ കാഴ്ച അവർ രണ്ടുപേരും ഒരു മരത്തിന്റെ മറവിലൂടെ അവർ കണ്ടിരുന്നു. ആ ഒരു കാഴ്ച ഇങ്ങനെയായിരുന്നു. ഒരു മന്ത്രവാദിനി എന്ന് വെച്ചാൽ ഒരു ചുവന്ന പട്ടുവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. ആ സ്ത്രീക്കരികിലായി ഒരു കോഴിയെ ബലി നൽകിയിരുന്നു. തൊട്ടടുത്ത് ഒരു ആടിനെയും അവർ ബലി നൽകിയതായിട്ട് കാണുന്നുണ്ടായിരുന്നു. തനിക്ക് മുന്നിലെ ഒരു പാത്രത്തിൽ നിറയെ രക്തം തുളുമ്പുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു രക്തദ്രാവകം പോലെ അവർക്ക് തോന്നി. എന്നാൽ അവർ ചുറ്റുപാടും നോക്കുന്ന സമയത്ത് പല വിചിത്രമായ വസ്തുക്കളും അതിനകത്ത് കണ്ടു. അതിൽ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളും മനുഷ്യൻ്റെ തലയോട്ടികളും വരെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അപൂർവമായി കണ്ട കാഴ്ചകളായതുകൊണ്ട് തന്നെ അവർ ആ കാഴ്ച അല്പസമയം കണ്ടിരുന്നു. എന്തൊക്കെയോ മന്ത്രങ്ങളും പൂജകളും ആ സ്ത്രീ നിൽക്കാതെ ചെയ്യുന്നു. അതൊരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. തലയിൽ സാരി തുമ്പുകൾ കൊണ്ട് മറച്ച് വലിയൊരു പൊട്ടും, മൂക്കിൽ വലിയ മൂക്കുത്തികളും, ചെവിയിൽ വലിയ കമ്മലെല്ലാം ധരിച്ച ഒരു സ്ത്രീ അവിടെ ഒരു വിചിത്രമായ പൂജ ചെയ്യുന്നു. മണികണ്ഠന് ഇത്തരത്തിലുള്ള കാഴ്ചകൾ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഗണപതി ഏറെ നിർബന്ധിച്ചിട്ടും മണികണ്ഠൻ അവിടെ നിന്നും പോരാൻ കൂട്ടാക്കിയില്ല. മണികണ്ഠൻ അത് കണ്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആ സ്ത്രീ പൂജ ചെയ്യുന്നതിനിടയിലാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത് നിർത്തിയത്. ആ സ്ത്രീക്ക് എന്തോ ഒരു സംശയം തോന്നിയതുപോലെ അവൾ ചുറ്റുപാടും നോക്കി. അവൾ നോക്കുന്നതിനിടയിൽ അവരുടെ തല അവർ തെന്നി മാറ്റി. എന്നാൽ ആ സ്ത്രീക്ക് മനസ്സിലായി തന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. എന്നാൽ ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറകിലേക്ക് നോക്കുന്ന സമയത്ത് അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ആ സ്ത്രീയുടെ ഹോമം മുടക്കിയതിൽ ആ സ്ത്രീ വളരെ കോപിതയായിരുന്നിരിക്കാം. അങ്ങനെ അവർ അവിടെ നിന്നും ഓടാൻ തീരുമാനിച്ചു. ഓടി അവർ എത്തിച്ചേർന്നത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് നിൽക്കുന്ന ഒരു റോഡരികിലായിരുന്നു. അവരുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അറിയില്ല, ഒരു ട്രാക്ടർ അതുവഴി വരുന്നുണ്ടായിരുന്നു. ആ ട്രാക്ടർ ഓടിച്ചിരുന്ന അദ്ദേഹത്തിന് നേരെ അവർ കൈ കാണിച്ചു. ആ ട്രാക്ടർ അവിടെ നിൽക്കുകയും ചെയ്തു. എന്നിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരുപാട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക്
കോളേജിലേക്കാണ് പോകേണ്ടത്. എന്നാൽ ഞാൻ കോളേജിലേക്ക് പോകില്ല, അതിനടുത്തുള്ള ജംഗ്ഷനിൽ നിങ്ങളെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം തോന്നിയ അവർ ആ ട്രാക്ടറിൽ കയറി ആ ജംഗ്ഷനിൽ ഇറങ്ങി. എന്നാൽ ആ ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്നും കോളേജ് എത്തുന്നവരേക്കും ഗണപതി മണികണ്ഠനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മണികണ്ഠൻ അതിനൊരു മറുപടി പോലും പറഞ്ഞില്ല. വെറുതെ ഒരു മൂളൽ മാത്രമായിരുന്നു മണികണ്ഠന്റെ മറുപടി. അങ്ങനെ അവർ കോളേജ് ഹോസ്റ്റലിലെത്തി. വാർഡൻ അവരെ ശക്തമായി വഴക്ക് പറഞ്ഞു. എന്നാൽ ഗണപതി അതിൽ പേടിച്ച് കുറെ ക്ഷമാപണം നടത്തി. എന്നാൽ മണികണ്ഠൻ ഒന്നും തന്നെ ഉരിയാടിയില്ല. മണികണ്ഠൻ അദ്ദേഹം പറയുന്നതിനെല്ലാം തലയാട്ടി എന്ന് മാത്രം. മണികണ്ഠനോട് കയർത്ത വാർഡനെ മണികണ്ഠൻ ഒരു കൈ കൊണ്ട് തള്ളി മാറ്റി ആ മുറിയിലേക്ക് പോയി. ആ സമയത്ത് ഗണപതിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. മണികണ്ഠൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അവന് എന്താണ് പറ്റിയത് എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ, ഗണപതിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കുമിഞ്ഞുകൂടി. അന്ന് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഹോസ്റ്റൽ മെസ്സിലേക്ക് അവർ നടന്നു. അവിടെ എത്തിയതിനു ശേഷം അവർ ഫുഡ് എടുക്കുന്നതിനിടയിലാണ് ഗണപതി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിലും മറ്റ് സമയങ്ങളിലും അദ്ദേഹം അധികമൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു മണികണ്ഠനും പ്യുവർ വെജിറ്റേറിയൻ തന്നെയായിരുന്നു. ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്നെല്ലാം വന്ന ഒരു കുട്ടിയുമായിരുന്നു ഈ മണികണ്ഠൻ. എന്നാൽ അന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ തൊട്ടടുത്ത് മാംസം കഴിച്ചിരുന്ന ഒരു സുഹൃത്തിൻ്റെ പ്ലേറ്റിൽ നിന്ന് മാംസം വലിച്ചെടുത്ത് അദ്ദേഹം കഴിച്ചിരുന്നു. അത് കണ്ട ഉടനെ ഗണപതിക്ക് വല്ലാത്ത തരം ഒരു പേടി തോന്നി. നീ എന്താണ് ചെയ്യുന്നത്? നീ ഇത്തരത്തിലുള്ള മാംസാദികളൊന്നും കഴിക്കാറില്ലല്ലോ, നിനക്ക് പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ മണികണ്ഠൻ ഗണപതിക്ക് നേരെ തറപ്പിച്ചു. ആ നോട്ടം കണ്ടതിൽ തന്നെ ഗണപതിക്ക് വളരെ ഭയമായി തോന്നി. അതിനുശേഷം അവരെല്ലാവരും ഉറങ്ങാൻ പോയി. അന്നത്തെ രാത്രി ഉറങ്ങുന്നതിനിടയിലാണ് പെട്ടെന്ന് ഗണപതി എണീറ്റ് നോക്കുമ്പോൾ മണികണ്ഠനെ റൂമിൽ കാണുന്നുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിനകത്ത് പലയിടങ്ങളിലും തിരഞ്ഞു. മെസ്സിലും അതുപോലെ റീഡിംഗ് റൂമിലും ബാത്റൂമുകളിലും എല്ലാം തിരഞ്ഞു. എന്നാൽ മണികണ്ഠനെ എവിടെയും കാണാൻ സാധിച്ചില്ല. ഇനി എന്ത് ചെയ്യും എന്ന് തോന്നിയ അദ്ദേഹം ഈ ഒരു കാര്യം വാർഡനെ അറിയിക്കാമെന്ന് കരുതി പോകുന്ന സമയത്താണ് വരാന്തയിൽ നിന്നും പുറത്തുള്ള ആ ഒരു കാഴ്ച കണ്ടത്. മണികണ്ഠൻ ഒരു മരത്തിന് താഴെയിരുന്ന് മണ്ണിൽ എന്തൊക്കെയോ ചെയ്യുന്നു. അതും വിരൽ കൊണ്ട് എന്തൊക്കെയോ കളം വരയ്ക്കുന്ന പോലെയും കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയും അങ്ങനെ അല്പം വിചിത്രമായ കാര്യങ്ങളും. ഇത് കണ്ടയുടനെ ഗണപതിക്ക് ഒരു കാര്യം മനസ്സിലായി. ആ മന്ത്രവാദിനി ചെയ്യുന്ന പൂജയുടെ ഏകദേശം രൂപത്തിൽ തന്നെയായിരുന്നു മണികണ്ഠനും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ മണികണ്ഠന് മേലിൽ ആത്മാവ് പ്രവേശിച്ചതായിരിക്കുമോ എന്നൊക്കെ കരുതി അന്ന് അവൻ വാർഡനെയും സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. അന്ന് ആ ഗ്രൗണ്ടിൽ നിന്നും മണികണ്ഠനെ എഴുന്നേൽപ്പിക്കാൻ 2-3 പേര് പോയിട്ടൊന്നും അവർക്കൊന്നും സാധിച്ചിരുന്നില്ല. 20 പേർ ചേർന്ന് വളരെ പ്രയാസപ്പെട്ടായിരുന്നു മണികണ്ഠനെ മുറിയിലേക്ക് കൊണ്ടുവന്ന് മുറിയിൽ അടച്ചിട്ടത്. അടുത്ത ദിവസം അവൻ്റെ വീട്ടിൽ ഈ ഒരു വിവരം അറിയിച്ചതിനെ തുടർന്ന് അവൻ്റെ വീട്ടിൽ നിന്നും ഒരു ടാക്സി കാറുമായി അവൻ്റെ അച്ഛനും അമ്മാവനും കോളേജിലേക്ക് എത്തി. അവിടെ നിന്നും മണികണ്ഠനെ അതിബലപ്രയോഗിച്ചായിരുന്നു അവർ നാട്ടിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് മണികണ്ഠനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് കോളേജെല്ലാം കഴിഞ്ഞതിന് ശേഷം മണികണ്ഠനെ അന്വേഷിച്ച് ഗണപതി അവൻ്റെ നാട്ടിലേക്ക് ചെന്നത്. എന്നാൽ നാട്ടിലേക്ക് ചെന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാൻ പറ്റിയത് കുറച്ച് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. ഇവിടെ നിന്ന് പോകുന്നതിനു ശേഷവും മണികണ്ഠൻ്റെ ശരീരത്തിലെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം പോലെ ഉണ്ടായിരുന്നു പോലും. അതുകൊണ്ട് തന്നെ വളരെ വിചിത്രമായി ആയിരുന്നു മണികണ്ഠൻ ഇവിടെ വെച്ചും പെരുമാറിയിരുന്നത്. വീട്ടിൽ വളർത്തുന്ന കോഴികളുടെയും അതുപോലെ ആടിൻ്റെയും എല്ലാം കഴുത്തിലെ ചോര ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കുടിക്കുമായിരുന്നു പോലും. അല്പം വിചിത്രമായി തോന്നിയതിനെ തുടർന്ന് ചില മന്ത്രവാദങ്ങളും ഹോമകർമ്മങ്ങളും ചെയ്തെന്നും അതിൽ നിന്നൊന്നും രക്ഷയുണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്രവാദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരം ലഭിച്ചിരുന്നില്ല. പിന്നീട് അവനങ്ങനെ മുഴുഭ്രാന്തനായി മാറി. ഇന്ന് അവിടെ അവരുടെ ഇല്ലത്തിലെ ഒരു മുറിയിൽ ഒരു ചങ്ങലയിൽ ബന്ധസ്ഥനാണ് ഈ മണികണ്ഠൻ. ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്നും മണികണ്ഠൻ്റെ ശരീരത്തിലുണ്ടെന്ന് അന്ന് ഗണപതി മനസ്സിലാക്കി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു സബ്സ്ക്രൈബറുടെ ഒരു യഥാർത്ഥ അനുഭവമാണ്. കാരണം ചില ആത്മാക്കൾ, പ്രത്യേകിച്ച് ചില പ്രേതാത്മാക്കൾ, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ പോരുമായിരുന്നു. അന്ന് ആ മന്ത്രവാദിനി ഒരു ആത്മാവിനെ വശീകരിക്കാൻ നോക്കുന്നതിനിടയിലാണ് ആ ഒരു പൂജ ഞങ്ങൾ കാരണം മുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരേണ്ട ആത്മാവ്
അന്ന് പ്രവേശിച്ചത് ഒരുപക്ഷെ മണികണ്ഠന്റെ ശരീരത്തിലേക്കായിരിക്കാം എന്നൊക്കെ നിഗമനത്തോടു കൂടി ആ സങ്കടകരമായ കാഴ്ച കണ്ട് ഗണപതി മടങ്ങി നാട്ടിലേക്കെത്തി. പിന്നീട് മണികണ്ഠനെ കുറിച്ച് അദ്ദേഹം ഒരു വിവരവും അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ തിരഞ്ഞ് അവരുടെ നാട്ടിലേക്ക് പോകാൻ പോലും ഗണപതിക്ക് ഭയമായിരുന്നു എന്നാണ് എൻ്റെ ഈ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വിചിത്രമായ കഥകൾ ഇനിയും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ച് ഇനിയും നമ്മൾക്ക് ഒരുപാട് കഥകൾ കേൾക്കാം.